ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 20:22. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കാം, അവൻ നിന്നെ രക്ഷിക്കും. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അടിയങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് യുദ്ധത്തിൻ്റെ കെടുതിയിൽ എത്രയോ ആളുകൾ, നിരപരാധികളായ ആളുകൾ വിഷമിക്കുമ്പോൾ അടിയങ്ങൾക്ക് ഇത്രയും സമാധാനം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തെ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച്, അവരുടെ ജീവിതം ജീവിച്ച് ഈ ലോകത്തു നിന്ന് സമാധാനത്തെ തിരിച്ച് അവിടുത്തെ അരികിൽ വരുവാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ. യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇസ്രയേലിലും പാലസ്തീനിലും പീഡനങ്ങൾ അനുഭവിക്കുന്ന, യുക്രൈനിലും റഷ്യയുടെയും യുദ്ധം കാരണം അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം മെച്ചപ്പെടുവാൻ സഹായിക്കണമേ. ഈ ലോകത്തെ യുദ്ധത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരുമയോടെ സന്തോഷമായി ജീവിക്കുവാൻ സഹായിക്കണമേ. സമാധാനത്തിൻ്റെ പാതയിലേക്ക് അടിയങ്ങളെ നടത്തണമേ. ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലായിരിക്കാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു. ഉത്തരമരുളണമേ. ഒക്ടോബർ 7 2023 ഹമാസ് ലീഡ് ചെയ്യുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഇസ്രയേലിൻ്റെ ബോർഡർ തകർത്ത് ഇസ്രയേലിൽ പ്രവേശിക്കുകയും 251 പേരോളം ബന്ദികളാക്കി അവർ കൊണ്ടുപോവുകയും ചെയ്തത്. ഇസ്രയേൽ ഫോഴ്സസുമായിട്ടുള്ള ക്ലാഷ് കാരണം 1195 ഇസ്രയേലിയരും ഫോറിൻ നാഷണൽസും മരിച്ചുപോയി. അതിൽ 815ഓളം പേർ ഇസ്രയേൽ പൗരന്മാരായിരുന്നു. ഉടൻ തന്നെ ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാർ ഡിക്ലയർ ചെയ്തു. ഗാസ സ്ട്രിപ്പിലേക്ക് അവർ ബോംബാക്രമണവും തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഗാസ സ്ട്രിപ്പിലുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു ജേർണലിസ്റ്റ് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോയ ജേർണലിസ്റ്റായിരുന്നു അദ്ദേഹം. അവിടെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആ വ്യക്തി പറയുകയായിരുന്നു, ദീസ് ആർ ഇന്നസെൻറ്റ് പീപ്പിൾ, ദേ ഡിഡ്ന്റ് ഡു എനിത്തിങ്. അതായത് അവിടെ കുറേ തകർന്ന ബിൽഡിങ്സ് കാണാമായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ ആളുകൾ അവിടുന്ന് വീട് വിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയായിരുന്നു, ഇവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്, അവരുടെ വീടുകളാണ് ഈ നഷ്ടപ്പെടുന്നത്. ഗാസ സ്ട്രിപ്പിൽ താമസിക്കുന്ന ആളുകൾ ഏകദേശം 24 ലക്ഷത്തിനടുത്ത് വരും. ഹമാസ് ഫൈറ്റേഴ്സ് ഏകദേശം 25,000 പേരോളമാണ് വരുന്നത്. ചില വെബ്സൈറ്റ്സിൻ്റെ കണക്ക് അനുസരിച്ച് 20,000 25,000 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് ആളുകളാണ് അതുള്ളത്. ഇസ്രയേൽ ബോംബിട്ടപ്പോൾ തകർന്നത് ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരുടെ വീടുകളാണ്. ഹമാസ് ഫൈറ്റേഴ്സ് താമസിക്കുന്നതാണെങ്കിൽ ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങളിലാണ് അവർ താമസിക്കുന്നത്. ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ചെയ്ത തെറ്റിന് ഒരു ജനത മുഴുവൻ ഇങ്ങനെ അനുഭവിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ച സമയമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ എപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, ആരോടൊപ്പമാണ് നമ്മൾ? ജൂതനെയും ശമര്യക്കാരനെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ അനുയായികളാണ് നമ്മൾ ആരോടൊപ്പമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ പീഡിപ്പിക്കപ്പെട്ട, ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലിയരുടെയും ഫോറിൻ നാഷണൽസിൻ്റെയും യുദ്ധക്കെടുതിയിൽ പീഡനം അനുഭവിച്ച നിരപരാധികളായ പലസ്തീൻകാരുടെയും കൂടെയാണ്. പീഡനം അനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് നമ്മളെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഗാസയിലെ മനുഷ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. ഈ ബന്ദികളായി കൊണ്ടുപോകപ്പെട്ട ഇസ്രയേലിൽ നിന്ന് കൊണ്ടുപോകപ്പെട്ട ആ മനുഷ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. ഒരു നല്ല ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഗാസയിലുള്ളവർക്ക് വലിയ തുണിക്കടകളിൽ പോകുവാനോ നല്ല ഡ്രസ്സ് ധരിക്കുവാനോ കഴിയില്ല. ഈ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലിൽ നിന്ന് പോയ ആ മനുഷ്യർ അവരുടെ നല്ല വീടുകൾ, അവരുടെ നല്ല സാഹചര്യങ്ങൾ വിട്ടിട്ടാണ് അവർ പോയി താമസിക്കേണ്ടി വന്നത്. നമ്മൾ നല്ല വീടുകളിൽ താമസിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം.
ഗാസയിലുള്ളവർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. അവർക്ക് നല്ല വീടില്ല, അവർ എല്ലാം നഷ്ടപ്പെട്ടു. ഗാസയിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെയുള്ളത് ആകെപ്പാടെ 3 ക്രോസിംഗ് ആണ്. 2 ക്രോസിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഇസ്രയേലും 1 ക്രോസിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഈജിപ്തുമാണ്. അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ഗാസയിൽ 24 ലക്ഷത്തിനടുത്ത് ഉള്ളതായിട്ട് പറയപ്പെടും. ചില വെബ്സൈറ്റ്സ് പറയുന്നത് 21 ലക്ഷം എന്ന് പറയുന്നുണ്ട്, മറ്റു ചിലർ 23 ലക്ഷം എന്ന് പറയുന്നു. ഏതായാലും അത്രയും ആൾക്കാരാണ് ഉള്ളത്. ഈ ഗാസ സ്ട്രിപ്പിൻ്റെ ഏരിയ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 360 കിലോമീറ്റർ സ്ക്വയറാണ് അവിടുത്തെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ 24 ലക്ഷത്തിനടുത്ത് വരുന്ന ഈ ആളുകൾ താമസിക്കുന്നത് ഈ 360 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിലാണ്. നമ്മളിപ്പം മാൽഡിവ്സിൻ്റെ കാര്യം എടുത്താൽ അവിടെ ഏകദേശം 5,28,882 പേരാണ് താമസിക്കുന്നത്. അവർ താമസിക്കുന്നത് 298 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് ഈ ഗാസ സ്ട്രിപ്പ് എന്നുള്ളത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു എയർപോർട്ടില്ല, അവർക്ക് സ്വന്തമായിട്ട് ഒരു സീ പോർട്ടില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് എത്തിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഞാനപ്പോൾ ആലോചിച്ചത് ഈ സ്ത്രീകളെയും കുട്ടികളെയെങ്കിലും ഈ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യക്കാർക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നും അറിയാത്ത പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ വരെ അവിടെ മരിച്ചു. ആ കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അവരെയെങ്കിലും അവിടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ ആ മനുഷ്യർക്ക് അത്രയെങ്കിലും ഒരു ആശ്വാസം കിട്ടിയേനേമായിരുന്നു. ഈ സാധനങ്ങൾ കൊടുക്കുമെങ്കിലും അവർക്ക് അത്രയെങ്കിലും അവർക്കൊരു സമാധാനത്തെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ റോമർ 8:18 പറയുന്ന വാക്യമുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനോട് ഈ കാലത്തിലെ കഷ്ടങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ ദൈവം നിയോഗിച്ചതാണ് എന്ന തോന്നൽ എനിക്കുണ്ടായത് അദ്ദേഹം ഏബ്രഹാം അക്കോർഡിന് തുടക്കം വെച്ചപ്പോഴാണ്. ഒരു നല്ല ക്രിസ്ത്യാനി അബ്രഹാമിൻ്റെ മക്കളായ ഇസ്രായേലിനെയും ഇഷ്മായേലിനെയും അവരുടെ സന്തതികളെയും റെസ്പെക്റ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കണം. ഈ 2 കൂട്ടരെയും ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്, ഇസ്രയേലും ഇഷ്മായേലും. ദ ബ്രദേഴ്സ്. അപ്പോൾ ഇസ്രയേലും പലസ്തീൻകാരും ദേ ആർ ബ്രദേഴ്സ്, അവർ സഹോദരങ്ങളാണ്. അപ്പോൾ അവരെ പരസ്പരം ദോഷം ചെയ്യാതെ ഞങ്ങൾ സമാധാനത്തെ ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കുകയും അവരുടെ അതിർത്തി വരമ്പുകൾക്കുള്ളിൽ തന്നെ ജീവിക്കുകയും സ്വതന്ത്ര രാജ്യങ്ങളായി ജീവിക്കുകയും ചെയ്താൽ എത്ര സന്തോഷവും സമാധാനവും അവർക്ക് ഉണ്ടാകും എന്നവർ ആലോചിക്കണം. ഈ 2 കൂട്ടരെയും സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനും അതുവഴി ലോകത്തിൻ്റെ പുതിയ ഒരു പുരോഗതിയിലേക്ക് നയിക്കാനും ട്രംപിന് സാധ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജൂലൈ 13, 2024 പെൻസിൽവാനിയയിൽ വെച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ക്യാമ്പയിനിൽ വെച്ച് ട്രംപിനെ ഒരാൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെവിക്ക് മാത്രമാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ട്രംപ് ഇലക്ഷൻ വിൻ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരു വരി ഇങ്ങനെയായിരുന്നു, "Many told me that God spared my life for a reason." തീർച്ചയായും ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ട്രംപിനെ ഈ ലോകത്തിൽ ഈ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഈ ലോകത്തിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം, ഇപ്പോൾ വെടിനിർത്തൽ കരാർ വന്നിരിക്കുന്നു. ഇസ്രയേൽ ബോംബിടുന്നത് നിർത്തിയിരിക്കുന്നു. ഇസ്രയേലിലും പലസ്തീനിലും ഏതോ ഒരു സമാധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അതുപോലെ 8 ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്തിരിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ ട്രംപിൻ്റെ കരങ്ങൾക്ക് ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധമില്ലാത്ത, പീഡനമില്ലാത്ത, ആരെയും പേടിക്കാതെ ജീവിക്കാൻ ഇസ്രായേലിനെയും അവരുടെ ചുറ്റുമുള്ള ഓരോ രാജ്യങ്ങളെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. എഫെസ്യർ 4:31 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ നിന്നും നാം എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ ശത്രുവിന് സമാധാനവും
സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകൂ. നമ്മൾ നമ്മുടെ ശത്രു ചെയ്ത ക്രൂരതകൾ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ നമുക്കൊരിക്കലും നമ്മുടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, നമ്മുടെ വളർച്ച, നമ്മുടെ പുരോഗതി അതില്ലാതാക്കും. അതുകൊണ്ട് നമ്മുടെ ശത്രു ചെയ്ത ക്രൂരതകളെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. ആ ചിന്ത നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ആ ചിന്ത ഒരു രാജ്യങ്ങളിലും ഉണ്ടാകാതിരിക്കട്ടെ. ഇസ്രയേലിനും പലസ്തീനും കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാതിരിക്കട്ടെ. അവരവരുടെ പുരോഗതിയിൽ, അവരുടെ രാജ്യത്തിൽ എങ്ങനെ പുരോഗമനം ഉണ്ടാക്കാം, അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ എങ്ങനെ മെച്ചപ്പെട്ട ജീവിതം അവരുടെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാകും, അവരുടെ പുരോഗതിക്ക് വേണ്ടി മാത്രം ശ്രമിക്കുവാൻ അവരെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് സമാധാനത്തിൻ്റെ പാതയിൽ മാത്രമേ യുദ്ധങ്ങൾ ജയിക്കാനാവൂ. യുദ്ധത്തിലൂടെ ബോംബിട്ടും അല്ലെങ്കിൽ പീഡിപ്പിച്ചും ഇസ്രയേലിൽ നിന്ന് ആളുകളെ പീഡിപ്പിച്ച് ബന്ദികളാക്കി കൊണ്ടുപോയത് കൊണ്ടോ ഇസ്രയേൽ ബോംബിട്ടത് കൊണ്ടോ അവിടെ സമാധാനം കിട്ടില്ല. നമുക്ക് സമാധാനത്തിൻ്റെ പാതയിൽ മാത്രമേ ജയിക്കാനാകൂ. സമാധാനത്തിന് അച്ചീവ് ചെയ്യേണ്ട സമാധാനപരമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. യുദ്ധത്തിൻ്റെ വഴി പോകാതെ, ബന്ദികളാക്കാതെ സമാധാനത്തിൻ്റെ വഴിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഉയരട്ടെ. അവിടെ എയർപോർട്ടും സീപോർട്ടും ഉണ്ടാകട്ടെ. മറ്റു രാജ്യങ്ങളിലെ പോലെ സമാധാനത്തോടെ തേനും പാലും ഒഴുകുന്ന രാജ്യമായി മാറാൻ പലസ്തീനെ ദൈവം സഹായിക്കട്ടെ. അതുവഴി പരിപൂർണമായ സമാധാനം ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടാകട്ടെ. ഇസ്രായേൽ ഒരിക്കലും സമാധാനത്തോടെയല്ല ജീവിച്ചിരുന്നത്. അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ അവനും പീസ്ഫുള്ളായ മാർഗത്തിലൂടെ പോകുവാൻ അവരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഇന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും സമാധാനത്തെ ജീവിക്കുവാനും സമാധാനമായിട്ട് കോൺഫ്ലിക്ട്സ്, നമ്മുടെ ചുറ്റുമുള്ള ഇഷ്യൂസ് എല്ലാം റിസോൾവ് ചെയ്യാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്ക് നമ്മുടെ പുരോഗതിയിലേക്ക്, നമുക്ക് നല്ല ജീവിത രീതിയിൽ നല്ല ജീവിത രീതി ഉണ്ടാകുവാൻ, നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരുവാൻ, നമ്മുടെ കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ഡ്രസ്സ് ധരിച്ച്, നല്ല സ്കൂളിൽ പോയി പഠിച്ച് നല്ല രീതിയിൽ ഉയരുവാനും നല്ല ജോലി ലഭിച്ച് നല്ല പൗരന്മാരായി തീരുവാനും സഹായിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വേദനയിൽ കൂടി നിൽക്കുന്ന യേശുവേ, ഇസ്രയേലിനും ഇസ്രയേലുമുള്ള ചുറ്റുമുള്ള രാജ്യങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കുവാൻ സഹായിക്കണമേ. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ സഹായിക്കണമേ. ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുവാൻ ഓരോ രാജ്യങ്ങളെയും സഹായിക്കണമേ. ഓരോ രാജ്യത്തിലെയും പൗരന്മാരെ സഹായിക്കണമേ. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുവാനും അവിടുത്തെ ഈ ഭൂമിയുടെ ഭംഗി ആസ്വദിക്കുവാനും മറ്റുള്ളവരുമായി സമാധാനത്തിൽ മാത്രം ജീവിക്കുവാനും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാൻ സഹായിക്കണമേ. അടിയങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അടിയങ്ങളെ പീഡിപ്പിച്ച കാര്യം ഓർത്തുകൊണ്ടിരുന്നാൽ അത് അടിയങ്ങളെ ഉള്ള ജീവിതത്തിന് ഒരു പുരോഗതിയും ഉണ്ടാകില്ല എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. അടിയൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്കായി മാത്രം അടിയൻ വളരെ കൺസ്ട്രക്റ്റീവായി മാത്രം ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പുരോഗതിയിലേക്ക് മാത്രം നോട്ടം വെച്ച് മുൻപോട്ട് പോകുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു. ഉത്തരമരുളണമേ. ആമേൻ.